ഹലോ, വെൽക്കം ബാക്ക് ടു ഫൈസ് വേൾഡ്. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ ഞാൻ ഇടുന്നത്. കുക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല. വ്ളോഗെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ദമാം കോർണിശ്ശേരിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ കോർണിശ്ശേരിയിലും നല്ല മീനുണ്ട്. ചെറിയ മീനുകളുണ്ട്, വലിയ മീനുകളുള്ള ഏരിയ തിരിച്ചാണ് കേട്ടോ ഫിഷ്. ഇന്ന് നമ്മൾ ദമാം കോർണിശ്ശേരിയിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരുപാട് വലിയ മീനല്ല, ചെറിയ സൈസ് മീനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഓരോ ഏരിയയിലും ഒരുപാട് പേര് മീൻ പിടിക്കാനായിട്ട് ഇരിപ്പുണ്ട്. ഒരു ചെറിയൊരു രസം, ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നത്. നമ്മൾ മീനെ കൊരുപ്പെന്ന് പറയും. അതിനായിട്ട് ഞങ്ങൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കൊഞ്ചാണ് കേട്ടോ. ഇപ്പോൾ കൊഞ്ചിൻ്റെ സീസണാണ്. നാട്ടിലും കൊഞ്ചിൻ്റെ സീസണാണ്, നമുക്കിവിടെയും കൊഞ്ചിൻ്റെ സീസണാണ്. അപ്പോൾ കൊഞ്ചാണ് ഇന്ന് എടുത്തേക്കുന്നത്. കൊഞ്ചാകുമ്പോഴത്തേക്ക് നല്ല വില കുറച്ച് കിട്ടുമായിരുന്നു കേട്ടോ. ഇതവിടെ ഞങ്ങളുടെ നിന്ന് മീൻ പിടിച്ച സ്ഥലത്തൊരു പൂച്ച വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ എവിടെ പാർക്കിൽ പോയാലും പാത്തുവിനെ കളിക്കാനായിട്ട് ഒരു പൂച്ച ഉണ്ടാവും അവിടെ. പാത്തു പൂച്ചയായിട്ട് അവിടെ എൻജോയ് ചെയ്യാണ് കേട്ടോ. നമ്മൾ അവരൊക്കെ അവിടെ മീൻ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ പൂച്ചയായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുവിധം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വലിയ ഹ്യൂമിഡിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നടക്കാനായിട്ട്, പാർക്കിൽ നടക്കാനും എക്സസൈസ് ചെയ്യാനുമായിട്ട് ഒരുപാട് പേരിങ്ങനെ അതിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 7 മണിയോളമൊക്കെ ആവുമെങ്കിലും അത്ര ഇരുട്ടിയിട്ടില്ല. കണ്ടോ, അത്ര ഇരുട്ടായിട്ട് തോന്നില്ല. ഇവരിവിടെ മീൻ പിടിക്കുകയാണ് കേട്ടോ. കുറേ പരിശ്രമത്തിന് ശേഷം നമുക്കൊരു ചെറിയ മീൻ കിട്ടി. അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒരുപാട് പേർക്ക് മീൻ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷം ഇന്ന്, അതായത് ഒരു 4-5 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മളൊരു ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ട് മീനെ പിടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയത്തില്ല, പെട്ടെന്നൊന്നും മീനെ കിട്ടിയില്ലായിരുന്നു. വരുന്ന മീനുകളൊക്കെ പെട്ടെന്ന് ചാടിപ്പോവുമായിരുന്നു. അവസാനം നമ്മുടെ വിഷമം തീർക്കാനായിട്ട് ഒരു ചെറിയൊരു ഫിഷിനെ കിട്ടി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാവേ. ആ ലൈറ്റ് കാണുന്നില്ലേ, അത് ബഹ്റിൻ ബ്രിഡ്ജാണ് കേട്ടോ. രാത്രി ആയത് കാരണം നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാം, ആ ലൈറ്റ് ഇട്ടേക്കുന്ന കാരണം. ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ബഹ്റിൻ ബ്രിഡ്ജ് നമ്മുടെ സൗദിയെയും ബഹ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. കാണാത്തവരൊക്കെ ആ വീഡിയോയും കൂടെ ഒന്ന് കാണണം കേട്ടോ. മീനെ പിടിക്കാനായിട്ട് കൊണ്ടുവന്ന കൊഞ്ചാണേ. കൊഞ്ച് 4 റിയാലിനൊക്കെ ഒരു ലോഡ് കൊഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൊഞ്ചിൻ്റെ സീസൺ ആയത് കാരണം ഒരുപാട് വലിയ കൊഞ്ചല്ല, ചെറിയ കൊഞ്ചാണ്. എന്നാലും നമുക്ക് കറിക്ക് ടേസ്റ്റ് കിട്ടുന്ന തരം കൊഞ്ചാണ് കേട്ടോ. അതൊക്കെ വെറും 4 റിയാലിനൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊഞ്ചാണ് കൊണ്ടുവന്നേക്കുന്നത്. അതിന് കവർ തുറന്നെടുക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ ഒരു.
പാത്തു പൂച്ചയായിട്ടുള്ള മല്ലയുദ്ധത്തിലാണ് കേട്ടോ. അവൾ എവിടെ പോയാലും കാണും, ഏത് പാർക്കിൽ പോയാലും കാണും അവൾക്ക് കളിക്കാനായിട്ടൊരു പൂച്ച അവിടെ. കുറച്ച് കട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാഹം വന്നപ്പോഴത്തേക്ക് കുറച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ചു. എല്ലാവരും കുറച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായക്ക്. അതാണ് അവൻ പറയുന്നത്, നാവ് പൊള്ളിയെന്ന് പറയുവാണ്. നല്ല ചൂടായിരുന്നു കേട്ടോ. ഫ്ലാസ്കിൽ നിന്നൊക്കെ നല്ല ചൂടോടുകൂടി ഇരിക്കുമായിരുന്നു. അപ്പുറത്ത് തന്നെ കുറച്ച് ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് കുറച്ച് നടന്നാൽ കുറേ പാർക്കായി. ആ പാർക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 3 ഊഞ്ഞാലിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ പാത്തു അതിൽ കളിച്ചു. പിന്നെ പാർക്കിൽ പോകണമെന്ന് വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പയ്യെ പാർക്കിലോട്ട് നടന്നു കേട്ടോ. നമ്മൾ പാർക്കിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് മീൻ പിടിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിയായി. പ്രത്യേകിച്ച് പാത്തുവിന്. അവർക്ക് വേറൊന്നും കളിക്കാനില്ലാത്ത കാരണം അവിടെ പാർക്ക് ഇവിടെ നിന്ന് കാണാൻ കണ്ടോ, ദൂരെ കാണുന്നുണ്ടോ ആ റെഡ് ലൈറ്റിൻ്റെ അവിടെയാണ് കേട്ടോ പാർക്ക്.
അവിടെ പാർക്കുള്ളത് കാര്യമായി, ഇല്ലെങ്കിൽ നല്ല ബോറടിയായേനെ. പാർക്കിലൂടെ നടന്നു പോകുന്ന വഴിയിൽ നല്ലൊരു ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുന്നത്, നമ്മുടെ ദീപാവലിയൊക്കെ നാട്ടിലെ സമയത്തുള്ള ആ ഒരു രീതിയിൽ അവർ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമാണ് ഫോട്ടോയൊക്കെ എടുത്താൽ. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പാർക്കിലേക്ക് പോയത്. അപ്പോഴത്തേക്കും അവർക്കൊരു മീനെ കിട്ടിയിരുന്നു കേട്ടോ. കളിച്ചിട്ട് തിരിച്ചു പോയി. അവർക്കൊരു മീനെയൊക്കെ കിട്ടി. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പരിശ്രമത്തിനൊടുവിൽ കിട്ടിയ മീനാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.